സത്യം പറഞ്ഞ റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒരുപാടധികം വ്യത്യാസമുണ്ടെന്ന് പലരും പറയാറുണ്ട്. അതിനെ ശരിവെക്കുന്ന ഒരു കാര്യമാണ് ഇന്നലെയും മിനിയന്നാളും ഒക്കെ ആയിട്ട് സംഭവിച്ചത്. നമ്മുടെ പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് പറയുന്നത്. അവരുടെ പല വീഡിയോസും കാണുന്ന എല്ലാവർക്കും അസൂയ തോന്നിയിട്ടുണ്ടാവും. ചേട്ടനും അനിയനും അച്ഛനും അമ്മയും ചേട്ടന്റെ ഭാര്യയും എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും അവരുടെ കുടുംബം നല്ല രീതിയിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനും അവർക്ക് നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കാനും ഒക്കെ ആയിട്ട് ഒരു ചാനലുമുണ്ട്. 4.14 മില്യൺ സബ്സ്ക്രൈബേഴ്സും പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിലുണ്ട്. അവരിടുന്ന എല്ലാ വീഡിയോസും അവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന എല്ലാ വ്ളോഗുകളും സൂപ്പർ ഹിറ്റ് ആയിട്ട്, അതായത് 10 ലക്ഷത്തിന് മുകളിലുള്ള വ്യൂസ് ആണ് എല്ലാ വീഡിയോസിനും കിട്ടുന്നത്. തീർച്ചയായിട്ടും അവരുടെ മാസത്തെ ഒരു സാലറി എന്ന് പറയുന്നത് 8 മുതൽ 10 ലക്ഷം രൂപ വരെ ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അവർക്ക് നല്ല രീതിയിൽ സുഖകരമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകാവുന്ന ഒരു എമൗണ്ട് ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഇടക്കാണ് നമ്മളൊരു കാര്യം പറയുന്നത്, ഇവരുടെ ആ ഒരു റിയൽ ലൈഫിലുള്ള ആ ഒരു സന്തോഷം ഇവരുടെ യഥാർത്ഥ ജീവിതത്തിൽ ഇല്ല എന്നുള്ള കാര്യം. നമ്മളെല്ലാവരും അസൂയപ്പെടുന്ന രീതിയിലുള്ള പല വീഡിയോസും അവരുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലി ടൂർ പോകുന്നതും അതുപോലെ തന്നെ ഒരുപാടധികം സാധനങ്ങൾ അവർ വാങ്ങുന്നതും അച്ഛൻ അമ്മ അനിയൻ ചേട്ടൻ അവരുടെയൊക്കെ ആ ഒരു സ്നേഹവും സന്തോഷവും എത്ര അടിപൊളിയായിട്ടാണ് ഈ ഒരു ഫാമിലി ജീവിച്ചു പോകുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ആലോചിച്ചിരുന്നിട്ടുണ്ടാകും. ആ വീഡിയോസ് മാത്രമാണ് നമ്മൾ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ യഥാർത്ഥ ഫാമിലിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങിയത് ഇന്നലെയും മിനിയന്നാളും ഒക്കെ ആയിട്ടാണ്. കൃത്യമായിട്ട് ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് തന്നെ പറയുന്ന വർഷങ്ങളോളം ജയിലിൽ കിടക്കാനുള്ള അത്രയും വലിയ ശിക്ഷ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഡൊമസ്റ്റിക് വയലൻസ് ആണ് പ്രണവിന്റെ വീട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പ്രണവ് ആൻഡ് പ്രവീൺ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഇതെല്ലാം നമ്മൾ ഇന്നലെയും മിനിയന്നാളും ഒക്കെ ആയിട്ട് കണ്ടതാണ്. ഈ പറയുന്ന പ്രണവും പ്രണവിന്റെ അച്ഛനും കൂടി ഈ പറയുന്ന പ്രവീണെയും പ്രവീണിന്റെ ഭാര്യയെയും ഉപദ്രവിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന രീതിയിലും വളരെ മോശമായിട്ടുള്ള പല വാക്കുകളും ആ വീട്ടിൽ അനിയനായിട്ടുള്ള പ്രണവും അച്ഛനും അമ്മയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇവർ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഈ ഒരു പ്രവീണിന്റെ ഭാര്യ 8 മാസത്തിലധികം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. തീർച്ചയായിട്ടും അവർക്ക് പേറ്റുനോവ് വന്നു, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഋതുല എന്ന് പറയുന്ന പ്രവീണിന്റെ ഭാര്യ പ്രസവിക്കുകയും ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ഉണ്ടായി. ഈ ഒരു കാര്യം ഈ വീട്ടുകാരെ വിളിച്ചിട്ട് നമ്മുടെ പ്രവീൺ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനെയും അമ്മയും അനിയനെയൊക്കെ വിളിച്ച് അറിയിച്ചിട്ട് ജസ്റ്റ് അവർ ആശുപത്രിയിൽ വന്ന ആ ഒരു കുട്ടിയെ എടുത്തു നോക്കിക്കൊണ്ട് വീഡിയോസ് എടുത്തിട്ട് പോയി കളഞ്ഞു. അതായത് പ്രവീണോടോ പ്രവീണിന്റെ ഭാര്യയോടോ ഒന്നും തന്നെ സംസാരിക്കാതെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ട് അനിയനും അച്ഛനും അമ്മയും ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയും പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ആ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് മോണിറ്റൈസേഷനും കിട്ടി. കാരണം 3.5 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെ കംപ്ലീറ്റ് ആക്കാനായിട്ട് ആ ഒരു കൊച്ചു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ആദ്യം തന്നെ ഇട്ടൊരു വീഡിയോ ആണ് ഈ പറയുന്ന പ്രവീണെയും പ്രവീണിന്റെ ഭാര്യയെയും കുറ്റം പറഞ്ഞ് അഡ്രസ് ഇല്ല എന്നൊക്കെ പറഞ്ഞവൻ ഞങ്ങളെ കളിയാക്കിയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ വളരെ മോശമായിട്ട് അവന്റെ ചാനലിൽ ചിത്രീകരിച്ച് വീഡിയോ ഇട്ടു. അതുപോലെ തന്നെ അവൻ അഡ്രസ് ഇല്ല, ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ അമ്മയും അനിയനും അച്ഛനും കൂടി ചേർന്നിട്ട് ആ ഒരു കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന പ്രവീണിന് നല്ല രീതിയിൽ തെറിവിളി കിട്ടാൻ തുടങ്ങിയത്. പ്രവീണിന്റെ ഇൻബോക്സിൽ വന്നുകൊണ്ട് സ്വന്തം ഫാമിലിയെ പറ്റിച്ചുകൊണ്ട് യൂട്യൂബിൽ നിന്ന് ഇത്രയും സാലറി കിട്ടുമ്പോൾ സ്വന്തം ഫാമിലിയെ പറ്റിച്ചുകൊണ്ട് അനിയനെ പറ്റിച്ചുകൊണ്ട് താനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തനിക്കും തൻ്റെ ഭാര്യയ്ക്കും സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് അനിയനെയും ഫാമിലിയെയൊക്കെ പറ്റിക്കേണ്ടി ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാടധികം പേരാണ് നമ്മുടെ പ്രവീണെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് വീഡിയോസും കാര്യങ്ങളും ഇട്ടത്. ഈവൻ ആ ഒരു കുഞ്ഞു കുട്ടിയെ വരെ ഒരുപാടധികം മോശമായിട്ട് പറയുന്ന പലരും ഉണ്ടായിരുന്നു. ഈവൻ ആ ഒരു വീഡിയോയിൽ എവിഡൻസ് പുറത്തുവിട്ട സമയത്ത് പ്രവീണിന്റെ അമ്മ വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കുട്ടി ഇവക്കടെ വയറ്റിൽ ഉണ്ടാവാൻ തുടങ്ങിയ പിന്നെയാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ള രീതിയിൽ വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു ഫാമിലിയെ അല്ല അത്. വീഡിയോയിൽ കാണുമ്പോൾ എത്ര സന്തോഷമായിട്ടാണ് അമ്മയും അച്ഛനും ചേട്ടനും ചേട്ടന്റെ ഭാര്യയും അനിയനും ഒക്കെ എത്ര സന്തോഷമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവരുടെ വീട്ടിൽ യഥാർത്ഥമായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഒരുപാടധികം സങ്കടം ഉണ്ടായത്. കാരണം നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഫോളോ ചെയ്ത് കാണുന്ന ഒരു യൂട്യൂബ് ചാനലാണത്. എന്തൊക്കെയാണെങ്കിലും ഇതിനകത്ത് നമുക്ക് പറയാനുള്ള കാര്യം മറ്റൊന്നുമല്ല. ഇപ്പോൾ ഇവരുടെ വീട്ടിലുണ്ടായ ഈ ഒരു പ്രശ്നങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ട് ഒരുപാടധികം യൂട്യൂബേഴ്സ് പല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല.
മെയിനായിട്ടൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരുപാട് പേര് ഇവരുടെ ഇൻബോക്സിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, എത്ര സന്തോഷമായിട്ടാണ് നിങ്ങൾ ജീവിച്ചു പോയിരുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിച്ചൂടെ, നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇനി അവർക്ക് ഒരിക്കലും ഉള്ളുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരുടെ വീട്ടിൽ ഈ ഒരു പ്രോബ്ലം അറിഞ്ഞിരിക്കുന്നത്. ഇവർക്കിനി പുറത്തിറങ്ങി നടക്കാനോ മറ്റുള്ള ജനങ്ങളെ ഫേസ് ചെയ്യാൻ പോലും ഇനി നല്ല രീതിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ ചാനൽ അത്യാവശ്യം ഗ്രോത്ത് ഉള്ളതായതുകൊണ്ട് ഇവരെ പറ്റി അറിയാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കാത്തിരിപ്പുണ്ട്. അപ്പൊ പ്രവീണിന്റെയും പ്രണവിന്റെയും യൂട്യൂബ് ചാനൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളും വരുമ്പോൾ അത് ഫോളോ ചെയ്ത് കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും കാണുന്നത് 4 മില്യൺ 5 മില്യൺ വ്യൂവേഴ്സ് ആണ്. അപ്പൊ 19 ലക്ഷത്തോളം പേരിലേക്ക് ഇവരുടെ വീട്ടിലുണ്ടായ ഒരു പ്രശ്നം പുറത്തായി കഴിഞ്ഞു. ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇവർക്ക് ഉള്ളുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സ്വന്തം വീട്ടിൽ സർട്ടിഫിക്കറ്റ്സ് എടുക്കാനായിട്ട് പ്രവീൺ പോവാനായിട്ട് എനിക്ക് പോലീസ് സെക്യൂരിറ്റി വേണം, യാതൊരു കാര്യത്തിലും എൻ്റെ വീട്ടുകാരെ വിശ്വസിക്കാൻ സാധിക്കില്ല, അവരെ ഇനിയും എന്നെയും എൻ്റെ ഭാര്യയെയും ഉപദ്രവിക്കാനായിട്ട് സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി പോയിട്ടായിരിക്കും എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ വീട്ടിൽ നിന്ന് എടുക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പ്രവീൺ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം വീട്ടിൽ അച്ഛനും അമ്മയും അനിയനും താമസിക്കുന്ന സ്വന്തം വീട്ടിൽ പോയി തൻ്റെ സർട്ടിഫിക്കറ്റ്സ് എടുക്കാനായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് സ്വന്തം അമ്മയും അച്ഛനെയും പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ ഈ പറയുന്ന വീഡിയോസിൽ കാണുന്ന ആ ഒരു സന്തോഷവും സ്നേഹവും സ്വന്തം ജീവിതത്തിൽ ഇല്ലാതെ ഫുൾ ഒരു അഭിനയം അല്ലെങ്കിൽ ഫുൾ ഒരു ആക്ടിങ് എന്നുള്ള രീതിയിൽ വീഡിയോന്റെ വ്യൂസിന് വേണ്ടി ചെയ്യുന്നതായിട്ട് നമുക്കിപ്പോൾ വിചാരിക്കേണ്ടി വരും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസിൽ പ്രണവിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പ്രണവ് എന്ന് പറയുന്നത് അനിയന്റെയും അച്ഛന്റെയും അമ്മയുടെയും ഭാഗത്ത് തന്നെയാണ് തെറ്റ്. പ്രവീണിന്റെ ഭാര്യയും നല്ല രീതിയിൽ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ കൃത്യമായിട്ടൊരു എവിഡൻസ് പ്രവീൺ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പ്രവീണിന്റെ ഷോൾഡറൊക്കെ നല്ല രീതിയിൽ പൊട്ടുകയും അതുപോലെ തന്നെ നീര് വീഴുകയും ഈ പറയുന്ന 8 മാസം പ്രഗ്നന്റ് ആയിട്ടുള്ള ഭാര്യയെ ഉപദ്രവിക്കുകയും അത്തരത്തിലുള്ള പല കാര്യങ്ങളും ആ ഒരു വീഡിയോയിൽ എവിഡൻസ് ആയിട്ട് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരുപാടധികം സങ്കടം തോന്നി ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ. ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടു തീർക്കുന്ന എല്ലാവർക്കും ഒരുപാടധികം സങ്കടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യം ഇപ്പൊ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി ഇവർക്ക് ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവരിനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് ഈ പ്രശ്നത്തെ പറ്റിയായിരിക്കും. അതുപോലെ തന്നെ അനിയനും അച്ഛനും അമ്മയൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇൻബോക്സിൽ കിട്ടുന്ന ചീത്തവിളി ആയിരിക്കില്ല, ഇനി നേരിട്ടും കിട്ടും. അത്തരത്തിലും നമ്മൾക്ക് ഇനി കാണേണ്ടതായിട്ട് വരും. കാരണം സോഷ്യൽ മീഡിയയിൽ ഇതൊരു വൻ കോൺട്രവേഴ്സി ആയിട്ട് പുറത്ത് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പല മെയിൻ സ്ട്രീം റിവ്യൂ ചാനലുകളും എടുത്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒന്നിച്ച് ജീവിക്കുക എന്നുള്ള കാര്യം മനസ്സുകൊണ്ട് ഇമ്പോസിബിൾ ആയിരിക്കും. ഇനി വീഡിയോ കാണിക്കാൻ വേണ്ടി അവർക്ക് വേണമെങ്കിൽ ഒന്നിക്കാം. ഇനിയിപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു കുട്ടിയെയും കൊണ്ട് പോയിട്ട് അമ്മനെയും അച്ഛനെയും കാണിക്കുമ്പോൾ അങ്ങനെ അവരൊന്നിക്കുന്ന രീതിയിൽ വീഡിയോന് വേണ്ടി ചെയ്യാൻ പറ്റും. അല്ലാതെ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഏറ്റെടുത്തിയ ഒരു വിഷയം ഇനി അവർക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല. പല വിഷയങ്ങളും സോഷ്യൽ മീഡിയ അറിയാതെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ വിജയിക്കുന്നത്. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആളിക്കത്തിച്ചിട്ട് പിന്നീട് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആദ്യമായിട്ട് പ്രണവ് കൊച്ചു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നത്. അതായത് അനിയനും അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. നമ്മുടെ പ്രവീൺ ആദ്യം ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രവീണും പുള്ളിക്കാരൻ്റെ ഭാര്യയും കൂടി ഒന്നിച്ച് വന്ന ഒരു വീഡിയോയിൽ ആശുപത്രിയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ, അതായത് സർക്കാർ ആശുപത്രിയിൽ ഈ പറയുന്ന ഡെലിവറിക്ക് കൊണ്ടുപോയ ആ ഒരു രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചു വന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, എല്ലാ ഫാമിലിയിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും, അതുപോലെ എന്തൊക്കെയോ ഒരു പ്രശ്നം എൻ്റെ ഫാമിലിയിലും ഉണ്ട്, അങ്ങനെ പറഞ്ഞ് തള്ളിവിടുകയായിരുന്നു. ഈ ഒരു സമയത്ത് പ്രണവ് കൊച്ചുമാണ് ഈ പറയുന്ന അഡ്രസ്സ് ഇല്ലാത്ത കാര്യവും ഞങ്ങൾ ഇനിയും അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ആ വീട്ടിലുണ്ടായ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെ ആണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഇന്നലെ ഫുൾ എവിഡൻസോട് കൂടിയാണ് നമ്മുടെ പ്രവീൺ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായാലും ഒരുപാടധികം സങ്കടം തോന്നി ഈ ഒരു വീഡിയോസും കാര്യങ്ങളും കണ്ടപ്പോൾ. എന്തൊക്കെയാണെങ്കിലും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണെങ്കിൽ പിന്നീട് ആ കാര്യം മൊത്തം വഷളായി പോകും. സോഷ്യൽ മീഡിയയിൽ മാക്സിമം സ്വന്തം ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കുക. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. അമ്മയെയും അച്ഛനെയും അനിയനെയും അതുപോലെ തന്നെ ചേട്ടനെയും ചേട്ടൻ്റെ ഭാര്യയെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ അപമാനിച്ചുകൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ഇത്രയും നാൾ ഒരുപാടധികം വ്യൂസും ഒരുപാടധികം ഫാൻസിനെയും അതുപോലെ തന്നെ ഒരുപാടധികം സാമ്പത്തികമായിട്ടും ഇവർ സമ്പാദിച്ചിട്ടുണ്ട് ആ യൂട്യൂബ് ചാനൽ വഴി. എല്ലാവരും
ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുവന്നിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരുപാടധികം സങ്കടം തോന്നി ഒരു വീഡിയോ കണ്ട സമയത്ത്. അതുകൊണ്ടാണ് ഇതൊരു കോണ്ടന്റ് ആയിട്ട് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇവരുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് സംസാരിക്കാനല്ല. സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയെ ഇനി അങ്ങോട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഇനി എത്ര വലിയ യൂട്യൂബേഴ്സ് ആയാലും എത്ര വലിയ സിനിമ ആക്ടേഴ്സ് ആയാലും സ്വന്തം വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഒരു കോണ്ടന്റ് ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് പേരെ കാണുന്നതല്ലേ. അപ്പൊ തീർച്ചയായിട്ടും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ എടുത്തിടാതിരിക്കാൻ ശ്രമിക്കുക. അത്രയും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം അതിന്റെ സത്യാവസ്ഥയായിട്ട് ഇതുപോലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുക. അല്ലാതെ പറഞ്ഞു തീർക്കാൻ പറ്റിയതും സോൾവ് ആക്കാൻ പറ്റിയതുമാണെങ്കിൽ വീട്ടിൽ തന്നെ അത് പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചെറുപ്പം കാലം തൊട്ട് കണ്ടുവരുന്ന അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ്. അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ സ്വന്തം മകനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ഭാര്യയെ ഉപദ്രവിക്കുകയും ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അതിലും വലിയൊരു തെറ്റാണ്. ഇപ്പൊ ഈ ഒരു വീട്ടിലുണ്ടായിരിക്കുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വർഷങ്ങളോളം ശിക്ഷ കിട്ടാവുന്ന ഒരു ഡൊമസ്റ്റിക് വയലൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലും ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനായിട്ട് പറ്റുന്നത്. ഇതിനകത്ത് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടൊരു ഷോക്കിലാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.